ഇനി നമുക്ക് കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. കാരണം അതിൽ പല കാര്യങ്ങളും നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ബോയിൽസ് ലാ. എന്തായിരുന്നു ബോയിൽസ് ലാ? പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സോ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വോളിയം. അവിടെ ഇക്വേഷൻ എന്തായിരുന്നു? അത് തന്നെ P1 V1 is equal to P2 V2. അവിടെ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. പ്രഷറും ഡെൻസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. സോ P1 by D1 is equal to P2 by D2 എന്നൊരു ഇക്വേഷൻ കൂടി നമുക്ക് അതിനകത്ത് ഓർത്തിരിക്കാം. ഏത് ലോ പഠിക്കുമ്പോഴും അതിന്റെ ഗ്രാഫ്സ് നിങ്ങൾ നോക്കിക്കൊള്ളണം. കാരണം ആക്സിസ് മാറുന്നതനുസരിച്ച് ഗ്രാഫുകളുടെ ഷേപ്പ് മാറും. അതുകൊണ്ട് എല്ലാ ഗ്രാഫുകളും കൃത്യമായിട്ടൊന്ന് നോക്കിയിരിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് വരുന്ന മറ്റൊരു ലോ ആണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. എന്താ ചാൾസ് ലോ പറയുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയവും ഇൻക്രീസ് ചെയ്യും അല്ലെ. സോ ടെമ്പറേച്ചറും വോളിയവും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരുന്നു. അവിടെ എന്തായിരുന്നു ഇക്വേഷൻ? V1 by T1 is equal to V2 by T2. നമ്മൾ ചാൾസ് ലൈനാണ് ആക്ച്വലി ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ, ഡിഗ്രി സെൽഷ്യസിനെ 273 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? കെൽവിൻ സ്കെയിലിലേക്ക് അത് മാറി, കെൽവിൻ ആയിട്ട് മാറി. സോ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഗേ-ലുസാക്സ് ലോ. ഗേ-ലുസാക്സ് ലോയുടെ വേറൊരു പേര് കൂടിയുണ്ട്, അമൻറ്റൻസ് ലോ. സോ ഈ ലോ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് പ്രഷറും അബ്സല്യൂട്ട് ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്. ഒരു ഫിക്സഡ് മാസ് ഉള്ള ഗ്യാസിന് പ്രഷറും അബ്സല്യൂട്ട് ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? P1 by T1 is equal to P2 by T2, അല്ലെങ്കിൽ P by T is a constant. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. പിന്നെ വരുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അവഗാഡ്രോസ് ലോ. അതായത് നമ്പർ ഓഫ് മോൾസ് കൂടുന്നതനുസരിച്ച് വോളിയവും ഇൻക്രീസ് ചെയ്യും. സോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ എടുക്കുന്ന സാധനമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമുക്കിവിടെ പ്രൂഫ് ഒന്നും വേണ്ട, ജസ്റ്റ് ലാസ്റ്റ് ഇക്വേഷൻ മാത്രം. ദാറ്റ്സ് P1 V1 by T1 is equal to P2 V2 by T2, or PV by T is a constant എന്ന് പറയുന്ന സാധനം. Then PV is equal to nRT എന്നൊരു ഇക്വേഷൻ നമ്മൾ എഴുതാറുണ്ട് അല്ലെ. അത് ആക്ച്വലി കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതാറുണ്ട്. So that is all about the equations. പിന്നെ ഇമ്പോർട്ടന്റ് ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അതിങ്ങനെയാണ്, P is equal to dRT by M. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇക്വേഷൻ ആണ്. P is equal to dRT by M. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി, M എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. ആറും T നിങ്ങൾക്ക് അറിയാലോ, ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത്? കാരണം ഇവിടെ വേരിയസ് ടേംസ് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഡെൻസിറ്റി, മോളാർ മാസ്, ദെൻ പ്രഷർ, ഇവരെല്ലാരും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈ ചാപ്റ്ററിലെ അനദർ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്താ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പ്രഷർ, ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസിൽ ഒരു ഗ്യാസ് മാത്രം സ്വയം ഉണ്ടാക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കുറെ കുട്ടികൾ ഇരിക്കുന്നു, ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ വെയിറ്റ് ഇല്ലേ? ഒരാൾ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻഡിവിജ്വൽ വെയിറ്റിന് മാറ്റം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതേപോലെ ടോട്ടൽ വെയിറ്റ് കാണണമെങ്കിൽ ഓരോരുത്തരുടെ വെയിറ്റ് പരസ്പരം ആഡ് ചെയ്താൽ പോരെ. അതുപോലെ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഉണ്ടെങ്കിൽ ടോട്ടൽ പ്രഷർ കാണാൻ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഇൻഡിവിജ്വൽ പ്രഷർ അഥവാ പാർഷ്യൽ പ്രഷർ പരസ്പരം കൂട്ടി കൂട്ടി എടുത്താൽ മതി. ഇതാണ് ആര് പറഞ്ഞത്? ഡാൾട്ടൺസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ അധികം ഡീൽ ചെയ്ത ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഈസ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയും. ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിഫ്യൂഷൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഒരു ഗ്യാസിന്റെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ റേറ്റ്, എത്ര സ്പീഡിലാണ് ആ ഡിഫ്യൂഷൻ നടക്കുന്നത് ഉള്ളത്, ഡെൻസിറ്റിയുടെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റൂട്ട് ഓഫ് ഡെൻസിറ്റി. സോ ഇതിനെയാണ് നമ്മൾ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും കണക്കൊക്കെ ചിലപ്പോൾ വരികയാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിഫ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ലോ ആണ് ഗ്രഹാംസ് ലോ. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അത് ഫുള്ളും പോസ്റ്റ്ലേറ്റ്സ് ആണ്. അപ്പൊ ഞാനത് പറഞ്ഞ സമയം കളയുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. ഓരോ പാർട്ടിക്കിൾസ് സ്മോൾ ആയിട്ട് നമ്മൾ കരുതുന്നു, അത് നിരന്തരം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മൂവ് ചെയ്യുമ്പോൾ അവർ കൊളൈഡ് ചെയ്യും, കൊളിഷൻസ് എല്ലാം ഇലാസ്റ്റിക് ആണ്. അത് അവരുടെ എനർജി, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഫുൾ ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. പോയിന്റ്സ് ആണെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ 3 ഇക്വേഷൻസ് പറഞ്ഞു. അതായത് 3 തരം വെലോസിറ്റീസ് നമുക്ക് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഒന്ന് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി കാണാനായിട്ട് V average is equal to root of 8RT by pi m. ഈ ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആവറേജ് വെലോസിറ്റി കാണാനായിട്ട് റൂട്ട് ഓഫ് 8RT by pi m എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം രണ്ടാമത് വേറൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയുടെ പേരാണ് RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. സോ RMS വെലോസിറ്റി കാണാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുല എന്ന് പറയുന്നത് V RMS is equal to root of
3RT by m. Okay, root 3RT by m. This formula can be used to calculate RMS velocity. എന്നാൽ അതേസമയം വേറൊരു വെലോസിറ്റി ഉണ്ട്, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. സോ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി വി മോസ്റ്റ് പ്രോബബിൾ എം പി ഇടാം. സോ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കാണാനായിട്ട് √2RT by m എന്ന ഫോർമുല യൂസ് ചെയ്യാം. സോ ഞാൻ ഏകദേശം എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിന് വേറെയും ഫോർമാറ്റ്സ് ഉണ്ട്, പക്ഷെ പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയത്. സോ ദാറ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ വി ആവറേജ് എന്ന് പറഞ്ഞാൽ √8RT by πm. Then V RMS velocity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3RT by m and most probable velocity എന്ന് പറഞ്ഞാൽ √2RT by m. So ഈ മൂന്ന് ഇക്വേഷൻസ് കൂടി ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാധനമാണ് റിയൽ ഗ്യാസസും ഐഡിയൽ ഗ്യാസ്. നമുക്കറിയാം എല്ലാ ഗ്യാസുകളും ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാറില്ല. സാധാരണ അതിൽ നിന്ന് സാധാരണ മാറി നിൽക്കുന്ന ഗ്യാസുകളെയാണ് നമ്മൾ റിയൽ ഗ്യാസസ്. നിങ്ങളൊരു ഗ്രാഫ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈനും കുറെ ഗ്രാഫ്സ് ഇങ്ങനെ കർവ് ചെയ്ത് പോകുന്ന ഗ്രാഫ് ഉണ്ട്. സോ അതെല്ലാം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ നമ്മൾ പഠിക്കുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് കംപ്രസിബിലിറ്റി ഫാക്ടർ Z എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1. മറക്കരുത്, ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് കംപ്രസിബിലിറ്റി ഫാക്ടർ 1 ആയിരിക്കണം. അപ്പൊ ഇതിന്റെ അൺഈക്വൽ കേസസ് എങ്ങനെ വരാം? ഇറ്റ് ക്യാൻ ബി Z ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 1 ഓർ Z ക്യാൻ ബി ലെസ് ദാൻ 1. Z ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഷോസ് എ പോസിറ്റീവ് ഡീവിയേഷൻ എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സസ് ഒക്കെ കുറവ് എന്നാണ് അർത്ഥം. എന്നാൽ Z വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇറ്റ് ഷോസ് എ നെഗറ്റീവ് ഡീവിയേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോഴ്സസ് വളരെ കൂടുതലാണെന്നും അവരുടെ വാല്യൂ വളരെ കുറവെന്നാണ് കാണിക്കുന്നത്. സോ ഇത് ഓർത്തോളുക. Z ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട്. Z is equal to 1 ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ്, Z ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇറ്റ് ഇസ് പോസിറ്റീവ് ഡീവിയേഷൻ, Z ലെസ് ദാൻ 1 ആണെങ്കിൽ ഇറ്റ് ഇസ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇതാണ് കാണിക്കുന്നത്. പിന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ നമുക്കുണ്ട് അല്ലെ, PV is equal to nRT കറക്റ്റ് ചെയ്തുകൊണ്ടുവന്ന വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. സോ എന്തായിരുന്നു വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്? സാധാരണ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? PV is equal to nRT ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇതിൽ ചെറിയൊരു അഡീഷനും ഡിലീഷനും ഒക്കെയാണ് വാൻ ഡെർ വാൾ നടത്തിയത്. അയാൾ ഈ പ്രഷർ എന്ന ടേമിനോടൊപ്പം ഒരു ടേം എക്സ്ട്രാ ആഡ് ചെയ്തു. ദാറ്റ് ഈസ് A/V² ആണ് അയാൾ ആഡ് ചെയ്തത്. സോ പ്ലസ് A/V². എന്നിട്ട് ഈ നമ്മുടെ വോളിയം എന്ന ടേമിൽ നിന്ന് കുറച്ച് ടേം അയാൾ മൈനസ് ചെയ്തു. അയാൾ മൈനസ് ചെയ്തത് B എന്ന ഫാക്ടർ ആണ് അതിനകത്ത് മൈനസ് ചെയ്തത്. So that is the equation P plus A/V² into V minus B is equal to nRT എന്ന് കിട്ടും. So that is called the van der Waals equation. ഇതിൽ AB എന്ന് പറയുന്നത് van der Waals കോൺസ്റ്റന്റ് എന്ന് പറയും. പിന്നെ ഇതിനകത്ത് നമുക്ക് പഠിക്കാവുന്ന ഒരു ടേം ആണ് ബോയിൽസ് ടെമ്പറേച്ചർ. അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് പ്രഷറിൽ നമ്മുടെ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാറുണ്ട്. സോ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ബോയിൽസ് ടെമ്പറേച്ചർ. ആ വേർഡ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ ചാപ്റ്റർ വരുന്ന രണ്ട് വേർഡുകൾ എന്ന് പറയുന്നത് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയുമാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാകും. അപ്പൊ ഞാൻ അത് കൂടുതൽ പറഞ്ഞ് കൊളവാക്കുന്നില്ല. അപ്പൊ ആ ഒരു ടോപ്പിക് കൂടി നോക്കി കഴിയുമ്പോഴത്തേക്കും സർഫസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഏകദേശം ടോപ്പിക്സ് എല്ലാം ആവും. ഇനി സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും നമുക്ക് ഓൾറെഡി ഫിസിക്സിൽ എടുക്കാനുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ അധികം ആ ഒരു സർഫസ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ എടുക്കും? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ അത് ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഏകദേശം ടോപ്പിക്സ് എല്ലാം ആയി. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. ചില വർഷങ്ങൾ ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഇരുന്നുണ്ട്. കാരണം 45 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ ചിലപ്പം ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് ക്വസ്റ്റ്യനെ കാണത്തില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള വർഷങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നോക്കാം എന്നാലും പ്രീവിയസ്ലി എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A gas at 350 Kelvin and 15 bar has molar volume 20% smaller than that for an ideal gas under the same condition. The correct option about the gas and its compressibility factor is. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 15 മോളാർ വോളിയം 20% കുറവെന്നാണ്. കുറവെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവ് ഡീവിയേഷൻ അല്ലേ? നെഗറ്റീവ് ഡീവിയേഷൻ എപ്പോഴാണ് വരുന്നത്? നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞതല്ലേ? എന്തായിരുന്നു കണ്ടീഷൻ? Z വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 1 അല്ലേ? ലെസ് ദാൻ 1. അപ്പൊ ലെസ് ദാൻ 1 എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷെ അതിലൊരു ഓപ്ഷൻ നോക്കിയേ, അവിടെ നമ്മൾ പറഞ്ഞു അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോഴാണ് നെഗറ്റീവ് ഡീവിയേഷൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഒരെണ്ണമല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി തേർഡ് ഓപ്ഷൻ. Z is less than 1 and attractive forces are dominant, means greater. Clear ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Given van der Waals constant for NH3, H2 and CO2 are respectively 4.17, 0.244, 1.36 and 3.59 and one of the following gas is most easily liquefied. അവിടെ ആക്ച്വലി H2 കഴിഞ്ഞിട്ട് O2 കൂടി ഉണ്ട്. അതൊരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അവിടെ വരുമ്പോ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്നതിൽ ആദ്യം ലിക്വിഫൈ ചെയ്യുക ആര് എന്നതാണ്. അപ്പൊ അവിടെ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് വാല്യൂ ഏറ്റവും കൂടുതലുള്ള ആൾ ആരാണ്?
അമോണിയ അല്ലെ. ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്കും അയാളുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും കൂടുതൽ. അപ്പൊ ആർക്കാണോ വാൻ ഡെർ വാൾസ് വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂ വളരെ ഹൈ, അയാളുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും വളരെ കൂടുതലായിരിക്കും. എന്നാൽ വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് അയാള് ഒരു 300 കെൽവിനിലാണ് ഇരുന്നത്. അപ്പൊ അയാളുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 250. അപ്പൊ തണുപ്പിച്ച് വരുമ്പോ ആദ്യം ഇയാൾ ലിക്വിഡ് ആകും. ക്ലിയർ ആയോ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഇയാളുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതൽ എന്ന് പറഞ്ഞാൽ ആദ്യം ലിക്വിഫൈ ചെയ്യുന്നത് അയാളായിരിക്കും. അങ്ങനെ നോക്കിയാൽ ഇവിടെ അമോണിയയാണ് ഫസ്റ്റ് ലിക്വിഫൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 20-liter container at 400 Kelvin contains carbon dioxide at pressure 0.4 atmosphere and an excess of SRO, strontium oxide. Neglect the volume of solid strontium oxide. The volume of the container is now decreased by moving the movable piston fitted in the container. The maximum volume of the container when pressure of carbon dioxide attains its maximum value will be. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകുമ്പോൾ ഒരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. കണ്ടാൽ പെട്ടെന്ന് തോന്നുന്നു ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇക്വിലിബ്രിയം ചാപ്റ്ററിനെയും സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻസ് അങ്ങനെ കോമ്പിനേഷൻ രൂപത്തിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ഗിവൺ ഇക്വേഷൻ ഇങ്ങനെയാണ്. SrCO3 അത് സോളിഡ് ആണ്, അത് റിവേഴ്സിബിൾ ഈസ് SrO അതും സോളിഡ് ആണ്, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? Kp യുടെ വാല്യൂ തന്നിട്ടുണ്ട്. Kp is equal to 1.6 എന്ന് തന്നിട്ടുണ്ട്. സോ ഇത്രയാണ് ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ആദ്യം പ്രഷർ എന്ന് പറയുന്നത് 20 ലിറ്റർ ആയിരുന്നു വോളിയം. അപ്പൊ V1 വോളിയം 20 ലിറ്റർ. അപ്പോഴുള്ള പ്രഷർ P1 എന്ന് പറയുന്നത് 0.4 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് Kp കാണുന്ന ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഇക്വിലിബ്രിയം എടുത്തില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും Kp കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഗ്യാസ് ആയിട്ടുള്ളൂ. സോ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ നമുക്ക് എടുക്കാറുള്ളൂ. ബാക്കി രണ്ടും സോളിഡ് ആണ്. അറിയാലോ Kp കാൽക്കുലേഷനിൽ സോളിഡ്സിന് ആരെയും നമ്മൾ എടുക്കാറില്ല. സോ ഓൺലി നമുക്കുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം. സോ Kpയുടെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 1.6. അപ്പൊ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയെന്ന് കിട്ടി? 1.6. ആൻഡ് ദാറ്റ് ഇസ് ദ മാക്സിമം പ്രഷർ. അപ്പൊ നമുക്ക് എഴുതാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് എഴുതാം. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാക്സിമം പ്രഷർ ആണ് എത്രയെന്ന് പറയുന്നത്? 1.6. തുടക്കത്തിലെ പ്രഷർ എത്രയായിരുന്നു? 0.4. മാക്സിമം പ്രഷർ പിന്നീട് എത്ര വരെ ആകാം? 1.6 വരെ ആകാം. സോ ദാറ്റ് ഈസ് ദി P2 വാല്യൂ സെക്കൻഡ്. അപ്പോ P2 പ്രഷർ രണ്ടാമത്തെ പ്രഷർ എത്രയെന്ന് കിട്ടി? 1.6 അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടി. അപ്പോഴുള്ള V2 എത്ര? അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ ഇപ്പൊ കത്തി കാണും. ബോയ്ൽസിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് P1 V1 is equal to P2 V2. P1 എത്ര? ആദ്യത്തെ പ്രഷർ 0.4. അപ്പോഴുള്ള വോളിയം 20 is equal to P2, അതായത് പുതിയ പ്രഷർ ദാറ്റ് ഈസ് 1.6. ദാറ്റ് ഈസ് ദ മാക്സിമം പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടു V2 എത്രയാണ്? അതാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ 1.6 താഴേക്ക് വരും. സോ 0.4 അത് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം അല്ലെ. 0.4 into 2 എന്ന് പറഞ്ഞാൽ 0.8 into 10 എന്ന് പറയുമ്പോൾ 8. 8 by 1.6 is equal to V2. സോ ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? സോ V2 is equal to 5 ലിറ്റർ എന്ന് ആൻസർ കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? 5 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇല്ലേ? ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. സോ ദാറ്റ് ഈസ് ദി ആൻസർ. സോ ഇത്രയൊക്കെയാണ് മേജർ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തോളൂ, കാരണം വളരെ കുറച്ചേ ചോദിച്ചു. 5 വർഷത്തിനിടയ്ക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾ അതിന് മുന്നേ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കയ്യിലിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബയോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആനിമൽ കിങ്ഡം. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബയോളജിയില് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, പക്ഷെ ഇമ്പോർട്ടന്റ് ഇൻ ദ സെൻസ് പഠിക്കാൻ ഒത്തിരി ഉള്ള ഒരു ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം. സോ ആനിമൽ കിങ്ഡത്തിനകത്ത് നമുക്ക് ഫൈലംസിന്റെ കുറെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സോ നമുക്ക് ഓരോ ഫൈലായിട്ട് വേഗത്തിൽ ഒന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ ആദ്യമേ പറയാം, എല്ലാ ഫൈലത്തിലെയും എക്സാമ്പിൾ പഠിച്ചേ പറ്റൂ, കാണാതെ പഠിച്ചേ പറ്റൂ. സോ ഓരോ എക്സാമ്പിൾ തരുമ്പോൾ ഏത് ഫൈലമാണെന്ന് കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാതെ മറ്റു കാര്യങ്ങളായിരിക്കും പറയുക, കാരണം എക്സാമ്പിൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്, ബൈ ഹാർട്ട് ചെയ്യണം. ഞാൻ ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ ടെക്സ്റ്റ് എടുക്കുക, തുറക്കുക, ഓരോന്നിന്റെ എക്സാമ്പിൾ ബൈ ഹാർട്ട് ചെയ്യുക. സോ അത് നിങ്ങളുടെ ജോലിയാണ്, പഠിച്ചേ പറ്റൂ, പഠിച്ചാലേ എൻട്രൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത് നമ്മൾ പറയുന്നത് അതിൽ വരുന്ന മേജർ പോയിന്റ്സ് എന്തൊക്കെയാണ്. സോ പൊരിഫറ എന്ന് പറയുന്ന ആദ്യത്തെ ഫൈലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൊരിഫറയിൽ എന്തൊക്കെയാണ്? അസിമെട്രി കാണിക്കുന്ന ഒരു ഫൈലമാണ് ഏതെന്ന് പറയുന്നത് പൊരിഫറ എന്ന് പറയുന്ന ഫൈലം. അതിനകത്ത് നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആൻഡ് ബോഡി ലൈനിങ്ങിൽ കാണപ്പെടും. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കൊയനോസൈറ്റ് സെല്ലുകൾ എന്ന് വിളിക്കും. പിന്നെ ഓസ്റ്റിയ, ഓസ്കുലം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബോഡിയുടെ പാർട്സും ഓപ്പണിങ്സിന്റെ ഒക്കെ പേരാണ് ഓസ്റ്റിയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുവഴിയാണ് വാട്ടർ ഒക്കെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഡൈജഷൻ ഒക്കെ ഇൻട്രാസെല്ലുലാർ ആണ് നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പോഞ്ചസിനകത്ത് ഓർത്തിരിക്കണം. ഒപ്പം ഓരോ സ്പോഞ്ചുകളും അതിന്റെ എക്സാമ്പിളുകളും അവർക്ക് ഇരട്ട പീരിയഡ് ഉണ്ട്.
അതുകൂടി കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതിനകത്തൊരു മറൈൻ അല്ലാതെ ഒരു ഫ്രഷ് വാട്ടർ സ്പോഞ്ചിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് സ്പോഞ്ചില്ല. ഓക്കെ, സ്പോഞ്ചില്ല, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. അപ്പൊ ബാക്കി മറൈൻ സ്പോഞ്ചുകളുടെ കാര്യങ്ങൾ കൂടി പഠിച്ചു വെച്ചിരിക്കാം. അതാണ് ഫൈലം പോരിഫെറ. സോ രണ്ടാമത്തെ ഫൈലത്തിലേക്ക് പോകാം. ഫൈലം ടീനോഫോറ ഓർ നിഡേറിയ. ടീനോഫോറയുടെ വളരെ വലിയ പ്രത്യേകത എന്താ, അവർക്ക് നിഡോബ്ലാസ്റ്റ് സെല്ലുകൾ ഉണ്ട്. അറിയാലോ, നമ്മൾ സ്റ്റിങ് ഒരു വളരെ എന്തെങ്കിലും ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ പ്രേയെ പിടിക്കാനോ ആങ്കർ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്ന സെല്ല, ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് എന്ന് പറയുന്നത് നിഡോബ്ലാസ്റ്റ് സെല്ലുകൾ. അതുള്ളത് കൊണ്ടാണ് അവരെ നിഡേറിയൻസ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് മറ്റൊരു പോയിന്റ് ഉണ്ട്, അവർക്ക് 2 ബോഡി ഫോംസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? പോളിപ്പ് ആൻഡ് മെഡൂസ. എന്തായിരുന്നു പോളിപ്പിന്റെ പ്രത്യേകത? പോളിപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരിടത്ത് ഇരിക്കുന്ന സെസൈൽ ടൈപ്പ് ആണ് അല്ലെ, മൂവ്മെന്റ്സ് ഒന്നുമില്ല. ഹൈഡ്ര, ഡാൻസി, അതൊക്കെ ആ എക്സാമ്പിളിൽ വരും. പിന്നെ നമ്മള് മെഡൂസ ഫോം ഫ്രീ ഫ്ലോട്ടിംഗ് ആണ് അല്ലെ, നമ്മുടെ ജെല്ലി ഫിഷ് ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരും. സോ അതാണ് 2 ടൈപ്പ് ലൈഫ് ഫോംസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ മേജർ പോയിന്റ്സ്. അതിനകത്ത് ഫുൾ ഒന്ന് വായിക്കുന്നത് നിങ്ങൾ, ഞാൻ മേജർ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ഫൈലം ടീനോഫോറ. ടീനോഫോറ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കോം ജെല്ലി എന്ന പേരും ബയോലൂമിനസൻസ് എന്ന പേരും. കാരണം കോം ജെല്ല് എന്ന് അറിയപ്പെടുന്നു. പിന്നെ 8 പ്ലേറ്റ്സ് ഒക്കെ അതിലിങ്ങനെ റോ ഷേപ്പിൽ ഇരിപ്പുണ്ട്. ബയോലൂമിനസൻസ് എന്ന് പറയുന്നത്, അതായത് തിളങ്ങാനുള്ള പ്രോപ്പർട്ടി, അത് അവരുടെ വളരെ വലിയൊരു പ്രത്യേകതയാണ് ബയോലൂമിനസൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ടീനോഫോറ. ടീനോഫോറയ്ക്ക് വളരെ എക്സാമ്പിൾസ് വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലെ. പ്ലൂരോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന, ഇത് 2 മാത്രമേ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. സോ അത്രയും പഠിച്ചിട്ടില്ല. നെക്സ്റ്റ് ഈസ് ദ അനദർ ഇമ്പോർട്ടന്റ് ഫൈലം, ദാറ്റ് ഈസ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഫ്ലാറ്റ് വേംസ് എന്നറിയപ്പെടും. ഒപ്പം ട്രിപ്ലോബ്ലാസ്റ്റ് ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു ആൾ കൂടിയാണ് നമ്മുടെ ഫ്ലാറ്റ് വേംസ് ആയിട്ടുള്ള പ്ലാറ്റിഹെൽമിന്തസ്. അപ്പൊ ട്രിപ്ലോബ്ലാസ്റ്റ് ആദ്യമായി, ഇതുവരെയുള്ളവരെല്ലാം ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരുന്നു, പക്ഷെ ഇയാൾ മാത്രം ട്രിപ്ലോബ്ലാസ്റ്റ് കാണിക്കുന്ന ആളാണ്. പിന്നെ ഇയാള് ബൈലാറ്ററൽ സിമെട്രി ആയിരുന്നു. നേരത്തെ പറഞ്ഞ ടീനോഫോറയൊക്കെ നമ്മുടെ റേഡിയൽ സിമെട്രിക്കകത്ത് വരുന്നത്, പക്ഷെ ഇതൊക്കെ നമ്മുടെ ബൈലാറ്ററൽ സിമെട്രിക്കകത്താണ് വരുന്നത്. ഒപ്പം ഇതൊരു എസിലോമേറ്റും കൂടിയാണ്. ഇതുവരെ പറഞ്ഞവരെല്ലാം എസിലോമേറ്റ്സിനകത്താണ് വരുന്നത്. ഇവരുടെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് പാരാസൈറ്റിക് അഡാപ്റ്റേഷൻ ആയിട്ടുള്ള ഹൂക്സ് ആൻഡ് സക്കേഴ്സ് കാണപ്പെടും എന്നുള്ളതാണ്. മറ്റേ ടേപ്പ് വാം, ലിവർ ഫ്ലൂക്ക്, ഇതൊക്കെയാണ് ഇതിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഫ്ലാറ്റ് വേംസ് ഓർ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, സോറി. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈലം അഷ്ഹെൽമിന്തസ്. അഷ്ഹെൽമിന്തസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താ? റൗണ്ട് വേംസ് എന്ന് അറിയപ്പെടും അല്ലെ. റൗണ്ട് വേംസിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരാണ് ആദ്യമായിട്ട് സീഡോസിലോമേറ്റ്സ് കാണിക്കുന്നത്. ഓക്കെ, സീഡോസിലോമേറ്റ്സ് ആയിട്ടുള്ള ഒരു വലിയ ഫൈലമാണ് എന്ന് പറയുന്നത് ഫൈലം അഷ്ഹെൽമിന്തസ് എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഡൈഷ്യസ് കണ്ടീഷൻ, അതായത് മെയിൽ ഫീമെയിൽ ഡൈമോർഫിസം, സെക്ഷൽ മോർഫോളജിക്കൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഇതിനകത്ത് കാണപ്പെടും. മെയിൽ എന്ന് പറയുന്നത് ചെറിയ ആളായിരിക്കും, ഫീമെയിൽ എന്ന് പറയുന്നത് വലിയ ആളായിരിക്കും. സോ അങ്ങനെ കാണുമ്പോൾ തന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ തിരിച്ചറിയാൻ പറ്റുന്ന സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ഒരു ജീവി കൂടിയാണ്, ഡൈഷ്യസ് കണ്ടീഷൻ കാണിക്കുന്ന ഒരു ജീവികളും കൂടിയാണ് ഫൈലം അഷ്ഹെൽമിന്തസിനകത്ത് വരുന്നത്. റൗണ്ട് വേംസ് എന്നറിയപ്പെടുന്ന ആൾക്കാർ. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഞാൻ പറഞ്ഞല്ലോ, സീഡോസിലോമേറ്റ്സും ആണ്. ഓക്കെ, ബൈലാറ്ററൽ സിമെട്രിക് ആണ്. സോ നെക്സ്റ്റ് ഫൈലത്തിലേക്ക് പോകാം. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫൈലം അന്നലിഡ. അന്നലിഡയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെന്ന് പറയുന്നത് നമ്മൾ മണ്ണിരയൊക്കെ വരുന്നതിനകത്താണ് അല്ലെ. സോ അവർക്ക് മെറ്റാമറിസം എന്ന് പറയുന്ന ഒരു വലിയ ഫിനോമിന അവർ കാണിക്കുന്നുണ്ട്. അതായത് ബോഡി ഇങ്ങനെ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അവരുടെ വലിയൊരു പ്രത്യേകത, അതിനകത്ത് ഹെർമാഫ്രോഡൈറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. ലീച്ച്, പിന്നെ നമ്മുടെ എർത്ത് വേം ഒക്കെ ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ദാറ്റ് ഇസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ആൻഡ് ഫൗണ്ട് ഇൻ ദ സെയിം ഓർഗാനിസം. സോ അങ്ങനെ അത് ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവർക്ക് പാരാപോഡിയ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ ലെഗിൽ ഇങ്ങനെ കാണാറുണ്ട്. എന്തിനാന്ന് പറയുമ്പോൾ നീരസ് പോലെയുള്ള ആൾക്കാർ ഈ വെള്ളത്തിൽ നീന്തി നടക്കുന്നതാണ്. അപ്പൊ അവർക്ക് നീന്താൻ വേണ്ടി, സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പാരാപോഡിയൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് നെഫ്രീഡിയ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നെഫ്രീഡിയ ആണ് ഇവർ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് വേറൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി. എന്തായിരുന്നു അത്? ഫ്ലെയിം സെൽസ് എവിടെയാ വരുന്നത്? പ്ലാറ്റിഹെൽമിന്തസ് അല്ലെ. അപ്പൊ പ്ലാറ്റിഹെൽമിന്തസിന്റെ എക്സ്ക്രീറ്ററി ഓസ്മോറഗുലേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുന്നത് ഫ്ലെയിം സെൽസ് ആണ്. മിസ്റ്റേക്ക് വിട്ടുപോയതാണ്, അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ ഫ്ലെയിം സെൽസ് എവിടെ വരും? പ്ലാറ്റിഹെൽമിന്തസിനകത്ത് വരും. പിന്നെ ഞാൻ വേഗത്തിൽ പറയുന്നത് ചിലപ്പോൾ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക. ഓക്കെ, സോ ടെക്സ്റ്റ് കൂടി നോക്കിക്കോളണേ ഒന്ന്. ഞാൻ എന്നാലും മാക്സിമം റെഫർ ചെയ്ത് തന്നെയാണ് പോകുന്നത്, തെറ്റ് വരാതെയാണ് സൂക്ഷിച്ചാണ് പോകുന്നത്. തെറ്റാതെ വരികയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പിന്നീട് കാണുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്നത്, അയ്യോ പറഞ്ഞത് മാറിപ്പോയി. അങ്ങനെ വരുമ്പോൾ ഞാനത് വീഡിയോയിൽ ജസ്റ്റ് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്, മാറ്റി എഴുതാറുണ്ട്. അപ്പൊ അത് ഒന്ന് ക്ഷമിക്കുക. കാരണം അത് എല്ലാം കൂടി വേഗത്തിൽ പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ മാക്സിമം തെറ്റ് വരാതെ നോക്കാം. അപ്പോൾ വിട്ടുപോയതാണ് ഫ്ലെയിം സെൽസ് പറയാൻ, കാരണം വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിരുന്നു പ്ലാറ്റിഹെൽമിന്തസിനകത്ത്. ദെൻ അനലിഡയിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞു, നെഫ്രീഡിയ ഇസ് ദി എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ദ ലാർജസ്റ്റ് ഫൈലം ഏതായിരുന്നത്? ഫൈലം ആർത്രോപോഡ. അപ്പൊ ഫൈലം ആർത്രോപോഡയ്ക്ക് ആ പേര് വരാൻ കാര്യം എന്താ? ജോയിന്റ് അപ്പൻഡേജസ് അവർക്കുള്ളത് കൊണ്ടാണ് അല്ലെ. സോ ലാർജസ്റ്റ് ഫൈലം ഇൻസെക്ട്സുകളൊക്കെ ഇതിനകത്താണ് വരുന്നത്. സോ അതിനകത്ത് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ്. സോ മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആക്ട് ആസ് ദി
എക്സ്ക്രീറ്ററി ഓർഗൻ. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബോഡി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വിങ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് കാണപ്പെടുന്നുണ്ട് അല്ലെ. സോ അതൊക്കെയാണ് അവരുടെ വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഗ്രിഗേറിയസ് പെസ്റ്റ്, ലോക്കസ്റ്റ് ഒക്കെ ഇതിനകത്ത് വരുന്നത് ഇതിനകത്താണ്, ഈ ഒരു ഫൈലത്തിനകത്താണ്. പിന്നെ നമ്മുടെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹണി ബി, ദെൻ ലാക്ക് ഇൻസെക്ട്, ബോംബിക്സ് മോറി എന്നൊക്കെ പറയുന്നതെല്ലാം ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ അസുഖങ്ങൾ പരത്തുന്ന അനോഫിലസ് മസ്കിറ്റോ, ക്യൂലസ് മസ്കിറ്റോ ഒക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ അത് ഒരു വലിയ ഫൈലമാണല്ലോ. അപ്പൊ അത്രയും ആൾക്കാർ അതിനകത്ത് പഠിക്കാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും ഫൈലം മൊളസ്ക. ഓക്കെ, ഫൈലം മൊളസ്ക. അപ്പൊ മൊളസ്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബോഡി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെഡ്, മസ്കുലാർ ഫൂട്ട് ആൻഡ് വിസ്റൽ ഹബ്. ഓക്കെ, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട 3 ബോഡി പാർട്സ്. അവർക്ക് റാഡുല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റാസ്പിംഗ് സ്ട്രക്ചർ ഉണ്ട്, മൗത്ത് പോലെ ആക്ട് ചെയ്യുന്നത്. പിന്നെ ക്യാപ്ചർ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. പിന്നെ അവരുടെ ബോഡിയുടെ വലിയൊരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരും ഈ പറഞ്ഞതുപോലെ തന്നെ സിമെട്രി, റേഡിയൽ സിമെട്രിയാണ് വരുന്നത്. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ദെൻ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷെ എക്സ്ക്ലൂസീവ്ലി മറൈൻ കൂടുതൽ എക്കിനോഡെർമേറ്റയ്ക്കാണ് നമ്മൾ കൂടുതൽ ആ വേർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഫൈൽ അത് തന്നെയാണ് എക്കിനോഡെർമേറ്റ. എക്കിനോ മീൻസ് മുള്ളുള്ളത്, സ്കിന്ന് ആണ് ഡേം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്കിനോഡെർമേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളുള്ള സ്കിൻ ഉള്ളവർ എന്നതാണ് എന്റെ അർത്ഥം. അപ്പൊ എക്കിനോഡെർമേറ്റയ്ക്കകത്താണ് മോസ്റ്റ്ലി എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ഒരു ഫൈലമാണ്. എല്ലാ ജീവികളും മറൈൻ എക്കോസിസ്റ്റത്തിലാണ് കാണപ്പെടുന്നത്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണ് അവരുടെ ബോഡിയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സീലോമേറ്റ്സ് ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഇതൊക്കെ ഒന്ന് ഓർത്തുണ്ട്. പിന്നെ നമ്മുടെ എക്കിനോഡെർമേറ്റ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫൈലം ഹെമികോർഡേറ്റ. ഹെമികോർഡേറ്റ ആക്ച്വലി പണ്ട് കോർഡേറ്റയ്ക്കകത്ത് കിടന്നതാ, പക്ഷെ ക്യാരക്ടേഴ്സ് കുറവായതുകൊണ്ടാണ് അവരെടുത്ത് വീണ്ടും പ്രത്യേകം ഫൈലമാക്കിയത്. അതുകൊണ്ട് തന്നെ വളരെ ശുഷ്കിച്ച ഒരു ഫൈലമാണ്, വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ഫൈലമാണ് ഹെമികോർഡേറ്റ. ഹെമികോർഡേറ്റയുടെ ബോഡിയും ഈ പറഞ്ഞതുപോലെ 3 ക്ലാസ്സിലുണ്ട്. ഇവിടെ പ്രൊബോസിസ്, ട്രങ്ക് ആൻഡ് കോളാർ എന്നാണ്. പ്രൊബോസിസ്, കോളാർ ആൻഡ് ട്രങ്ക് എന്നാണ് വരുന്നത്. സോ അതൊക്കെയാണ് ഹെമികോർഡേറ്റ പ്രത്യേകത. ദെൻ ഫൈലം കോർഡേറ്റ. കുറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സാധനമാണ് കോർഡേറ്റ. ഒരാളെ കോർഡേറ്റ എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് അതിനകത്ത് വേണം. ഒന്നെന്ന് പറയുന്നത് ഡോർസൽ നെർവ് കോഡ് വേണം. ദെൻ നമ്മുടെ പ്രധാനപ്പെട്ട നോട്ടോ കോഡ് വേണം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വെൻട്രൽ ഹാർട്ട് ആയിരിക്കണം. പിന്നെ നമ്മുടെ ഫെറിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് കാണണം അല്ലെ, ഫെറിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ടെയില്, ഇതൊക്കെയാണ് ആരുടെ പ്രത്യേകത, ഒരു കോർഡേറ്റയുടെ പ്രത്യേകത. അപ്പൊ ഈ കോർഡേറ്റെ പിന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂറോ കോർഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, സെഫാലോ കോർഡേറ്റ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വെർട്ടിബ്രേറ്റ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് നോക്കിക്കൊള്ളുക. ഇതിൽ ഈ പറഞ്ഞ യൂറോ കോർഡേറ്റയും സെഫാലോ കോർഡേറ്റ ഇത് രണ്ടുപേരും എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. യൂറോ കോർഡേറ്റയിലാണെങ്കിൽ നോട്ടോകോഡ് കാണും, പക്ഷെ അത് ലാർവൽ ടെയിലിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ സെഫാലോകോർഡേറ്റ് എത്തുമ്പോഴത്തേക്ക് അവർക്ക് നോട്ടോകോഡ് കാണും, ബട്ട് ഇറ്റ് വിൽ പെർസിസ്റ്റ് ആസ് നോട്ടോകോഡ് എൻറ്റർ ഇൻ ദ ലൈഫ്, അങ്ങനെ തന്നെ അത് പെർസിസ്റ്റ് ചെയ്യും. പക്ഷെ വെർട്ടിബ്രേറ്റിൽ എത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞ നോട്ടോകോഡ് എന്തായിട്ട് രൂപം മാറും, വെർട്ടിബൽ കോളമായിട്ട് രൂപം മാറും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കൊള്ളുക. വെർട്ടിബ്രേറ്റിൽ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത എന്ന് പറയുമ്പോഴത്തേക്കും ജോ ലെസ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട നാത്തോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റ ജോ ഉണ്ട്, അവർക്ക് ജോ ഉള്ളവരാണ് നമ്മൾ നാത്തോസ്റ്റൊമാറ്റ. അവരെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിസസ് എന്നും ടെട്രാപോഡ എന്നും വീണ്ടും ക്ലാസ് ചെയ്തിട്ടുണ്ട്. പിസസിനകത്ത് 2 ടൈപ്പ് ഉണ്ട് അല്ലെ, ഒന്ന് ബോണി ഫിഷസും ഒന്ന് കാർട്ടിലേജിനസ് ഫിഷസും, ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും. പിന്നെ ഇമ്പോർട്ടന്റ് വരുന്നത് ടെട്രാപോഡ്സിനകത്തുള്ള 4 ഏതൊക്കെയായിരുന്നു? നമ്മുടെ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഏവ്സ് ആൻഡ് മാമൽസ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനും എക്സാംസും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു പ്രീവിയസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following animals does not undergo metamorphosis? മെറ്റമോർഫോസിസ് നിങ്ങൾക്ക് അറിയായിരിക്കും, രൂപം മാറി ലാർവ സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അഡൽട്ട് സ്റ്റേജിലോട്ടൊക്കെ മാറുന്നത്. അങ്ങനെയുള്ളത് ആർക്കാണ് കാണിക്കാത്തതെന്നാണ്. എർത്തുവമാണ് ഫസ്റ്റ് ഓപ്ഷൻ, അത് തന്നെ തെറ്റാണ്. അയാൾ മെറ്റാജെനസിസ് കാണിക്കുന്നത്, മെറ്റമോർഫോസിസ് അല്ല. സോ അയാളുടെ ശരീരം മെറ്റാമേഴ്സ് ആയിട്ട് സെഗ്മെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെറ്റമോർഫോസിസ് എന്ന് അയാൾ കാണിക്കില്ല. സോ ദാറ്റ് ഈസ് എ റോങ് ആൻസർ. ഡസ് നോട്ട് ഷോ എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് വൺ ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, identify the vertebrate group of animals characterized by crop and gizzard in the digestive system. ഈ ക്രോപ്പ് ആൻഡ് ഗിസാർഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ആർത്രപ്പുഴയിലേക്ക് ഓടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകം പറയുന്നത് വെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ് എന്നാണ്. അപ്പൊ ഈ ക്രോപ്പും ഗിസാർഡും ഉള്ള വെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പക്ഷികളാണ്, ഏവ്സ് ആണ്. സോ ബേർഡ്സിനാണ് ഈ 2 ഡൈജസ്റ്റ് സിസ്റ്റത്തിനകത്ത് ക്രോപ്പും ഗിസാർഡ്സും ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഓപ്ഷൻ 3, ദാറ്റ് ഈസ് ഏവ്സ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓൾ റെപ്റ്റൈൽസ് ഹാവ് എ 3-chambered heart. അപ്പൊ പിന്നെ ക്രൊക്കോഡൈൽ എന്താ ചോദിക്കാനും പറയാൻ ആരില്ല, അല്ല റെപ്റ്റൈൽ അല്ലേ. അപ്പൊ ആ ഓപ്ഷൻ തെറ്റ്. All fishes have gills covered by an operculum.
ആണോ? അങ്ങനെയാണോ? നമ്മുടെ കോൺട്രാക്ടൈസിന് ചോദിക്കാനും പറയാനും ആരില്ലേ? അപ്പൊ ബോണി ഫിഷസിനല്ലേ അത് പ്രത്യേകതയുള്ളത്. സോ ഓൾ ഫിഷസ് എന്ന് പറയുന്നത് തെറ്റല്ലേ. നെക്സ്റ്റ്, ഓൾ മാമൽസ് ആർ വിവിപാരസ്. എല്ലാവരും വിവിപാരസ് ആ. പ്ലാറ്റിപ്പസ് എവിടെ പോയി? അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. സോ അങ്ങനെയെങ്കിൽ ഓൾ cyclostomes do not possess jaws and paired fins. That is a correct statement. Okay. Cyclostomes ഒന്നും തന്നെ paired fins ഓ അല്ലെങ്കിൽ jaws ഓ കാണാറില്ല. So that is a correct statement. So fourth option is the answer. Next question. Match the following organisms with their respective characteristics. അപ്പൊ അതിൽ നോക്കുമ്പോൾ നമുക്കറിയാം പില എന്ന് പറയുന്നത് മൊളസ്കയ്ക്കകത്ത് വരുന്നത്. അപ്പൊ അവർക്കാണ് റാഡുല. ഞാൻ പറഞ്ഞു റാസ്പിംഗ് ഓർഗൻ അവർക്കുണ്ട്. ദെൻ ബോംബെക്സ് മോറി നമ്മുടെ പ്രധാനപ്പെട്ട സിൽക്ക് വേം. അപ്പൊ സിൽക്ക് വേമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആർത്രോപോഡയാണല്ലോ. അപ്പൊ മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ്. അത് മറ്റേ ടീനോഫോറയ്ക്കകത്ത് വരുന്നത്. ദേ ഹാവ് ഷോ ബയോലൂമിനസെൻസ്. സോ ദേ ഹാവ് കോംപ്ലക്സ്. അപ്പൊ കോംപ്ലക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ദെൻ ടീനിയ എന്ന് പറയുന്നത് നമ്മുടെ ടാപ്വേംസ് അഥവാ പ്ലാറ്റിഹെൽമിന്തസിന് വരുന്നു. അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. നമ്മൾ മറന്നുപോയൊരു സാധനം ഉണ്ടായിരുന്നു ഇടയ്ക്ക് പറയാൻ, ഫ്ലെയിം സെൽസ്. അപ്പൊ ഫ്ലെയിം സെൽസ് ആണ്. സോ അങ്ങനെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following features: organ system level of organization, bilateral symmetry, true coelomates with the segmentation of body. Select the correct option of animal groups which possess all the above characteristics. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ്. അത് ഏകദേശം നമ്മുടെ ഏത് തൊട്ട് ടീനോഫോറ അതിന് മുന്നേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വരുന്നത് ബൈലാറ്ററൽ സിമെട്രി എന്നുള്ളതാണ്. പിന്നെ ട്രൂ സീലോമേറ്റ്സ്. ഈ ട്രൂ സീലോമേറ്റ്സ് എന്തായാലും അഷൽമിന്തസ് വരില്ല, കാരണം അതുവരെ എസീലോമേറ്റ്സും സ്യൂഡോസീലോമേറ്റ്സും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് സെഗ്മെന്റഡ് ബോഡി എന്ന് കൂടെ പറഞ്ഞു. അപ്പൊ അതൊരു ഹയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഓപ്ഷനിൽ നമ്മൾ അനലിഡ എടുക്കാം. നമുക്ക് ആർത്രോപോഡ അതിനകത്ത് വരും, കോർഡേറ്റയും അതിനകത്ത് വരും. സോ ഓപ്ഷൻ 1 തന്നെ പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ, ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An important characteristics that hemichordates share with the chordates is. അതായത് നമ്മുടെ ഹെമികോർഡേറ്റയ്ക്കും കോർഡേറ്റയ്ക്കും ഉള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഞാൻ പറഞ്ഞു ഹെമികോർഡേറ്റ പണ്ട് കോർഡേറ്റയ്ക്കകത്ത് ഇരുന്നതാണ്. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദേ ഓൾസോ ഹാവ്, അതായത് ഹെമികോർഡേറ്റയ്ക്കും ഫാരിങ്സും ഗിൽ സ്ലിറ്റ്സും ഉണ്ട്. അപ്പൊ ഫാരിങ്സിന് ഗിൽ സ്ലിറ്റ്സ് ഉള്ളത് അത് രണ്ടുപേർക്കുള്ള ഗിൽ സ്ലിറ്റ്സ് എവരുടെയും ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among these is the correct combination of aquatic mammals? സോ തന്നിരിക്കുന്നതിൽ അക്വാട്ടിക് മാമൽസ് ഏതൊക്കെയെന്നുള്ളതാണ്. സോ നമുക്ക് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. സെക്കൻഡ് ഓപ്ഷൻ, ദാറ്റ് ഇസ് വെയിൽസ്, ഡോൾഫിൻ ആൻഡ് സീൽസ്. ഇതെല്ലാം വെള്ളത്തിലല്ലേ ജീവിക്കുന്നത്. സോ അക്വാട്ടിക് മാമൽസ് ആണ് ഈ പറഞ്ഞ എല്ലാവരും. സോ മാമലുകളാണ്, അതുകൂടെ ശ്രദ്ധിക്കണം. വെറും അക്വാട്ടിക് മാത്രമായാൽ പോരാ, ദേ ഷുഡ് ബി mammals also. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെയിൽസ്, ഡോൾഫിൻ, സീൽസ് ആർ എക്സാമ്പിൾസ്. So that is the answer, option 2. Okay, next question. In case of poriferans, the spongiocele is lined by flagellated cells called, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താണ്, പൊരിഫറേറ്റഡ് സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ അവരുടെ ബോഡി ലൈനിങ്ങിൽ കാണപ്പെടും. അതെന്താ വിളിച്ചത്? അത് തന്നെ കൊയനോസൈറ്റ്സ്. കൊയനോസൈറ്റ്സിന്റെ ഓപ്ഷൻ അവിടെ ഇല്ലേ? ഉണ്ട്, ഓപ്ഷൻ 2. സോ ദാറ്റ് ഇസ് ദി ആൻസർ. സോ ഇപ്പൊ ക്ലിയർ ആയില്ലേ അനിമൽ കിങ്ഡത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ? പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും, എക്സാമ്പിൾ അറിയാതെ നമുക്ക് അനിമൽ കിങ്ഡത്തിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. സോ യു മസ്റ്റ് സ്റ്റഡി ഓൾ ദി എക്സാമ്പിൾസ് ഓഫ് ഓൾ ഫൈലം, സബ് ഫൈലം ആൻഡ് ക്ലാസ്സസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പഠിച്ചു വെച്ചോളുക. അപ്പോൾ എക്സാം നമുക്ക് തകർക്കണം. അനിമൽ കിങ്ഡം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പിന്നെ കാണാതെ പഠിക്കുന്നത് കൂടുതലുള്ളത് ഈ ചാപ്റ്ററുകളിലൊക്കെയാണ്. ഇനി അങ്ങോട്ട് കാര്യം മനസ്സിലാക്കി പഠിക്കാനുള്ള ചാപ്റ്ററുകളാണ് കൂടുതലും വരുന്നത്. സോ ഇത്രയും ആയപ്പോ നിങ്ങൾക്ക് ഒരുവിധം പാടുള്ള ഒരു വലിയ സെക്ഷനൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ബയോളജിയിൽ ഇതുവരെയുള്ള സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഡേ 5 ഉടനെ എത്തുന്നതായിരിക്കും. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോളണം. ഒപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യണം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നന്നായി പഠിക്കുകയും വേണം. നിങ്ങളുടെ റിസൾട്ടാണ് ഈ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് പരീക്ഷ തീരുന്നവരെ കൂടെ കാണും.